എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആണയിട്ട് പറയുക 100% സത്യമാണ്. രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വരും പരസ്പരം കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു 7,000 പറഞ്ഞത്, പക്ഷെ 3,000-3,500 ഉള്ളൂ. എങ്ങനെയായാലും നിങ്ങൾ ഈ ഒരു വട്ടമെങ്കിലും ഒരു 7,000 ലൈക്കെങ്കിലും ഇട്ടേ പറ്റൂ. 7,000 ലൈക്ക് എൻ്റെ ഇത് ഞാൻ നിങ്ങളോടൊന്ന് ആവശ്യപ്പെടുക. ഒരു 7,000 ലൈക്കെങ്കിലും. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ ഫേസ്ബുക്കിലാണെങ്കിൽ 12,000-15,000 കേക്കാണ് ലൈക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 7,000 ലൈക്കെങ്കിലും നിങ്ങൾ ഇടുക. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനും എൻ്റെ ചാനൽ 1 lakh സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, എന്നാലും സബ് ചെയ്യാത്തവരൊന്ന് ചാനലൊന്ന് സബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. എൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും കൂടെ ഇടുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാഹുൽ ഈശ്വർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണം വന്നതാണ്. അങ്ങനെ അദ്ദേഹം ഇന്നലെ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 15 മിനിറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. അത് മാത്രമല്ല, ഇപ്പം ആണുങ്ങൾക്ക് വേണ്ടി ഒരു മെൻസ് അസോസിയേഷന് വേണ്ടി ഇത്രയും പോരാടുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒന്ന് വെച്ചാൽ നല്ലതാണ്, കാരണം വേണം. അല്ലെങ്കിൽ ആ ചില കേസ് കേട്ടില്ല, ഈ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ ആവശ്യമില്ലാത്ത കുറേ കഥകളൊക്കെ അടിച്ചിട്ട് കഴിയുമ്പോൾ ആണുങ്ങൾക്ക് എവിടെയും അറിയാലോ, ഒന്ന് തൊട്ടാൽ പീഡനം എന്ന് പറയുന്ന കാലമാണ്. തൊട്ടാൽ പീഡനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ മെൻസ് അസോസിയേഷൻ കാര്യങ്ങളൊക്കെ വേണം അത്യാവശ്യം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ ഇദ്ദേഹത്തിന് ഒതുക്കാൻ നല്ല രീതിയിൽ പണിപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ രാഹുലിന് കൂടുതലും സപ്പോർട്ട് ചെയ്തത് ഈ രാഹുൽ ഈശ്വരായിരുന്നു. അത് നല്ല സപ്പോർട്ടാണ് കൊടുത്തത്. ഈ ഇലക്ഷൻ സമയത്ത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ പുറത്തു വിട്ടില്ല? ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അവന്മാർ നൈസായിട്ട് വിടുകയും ചെയ്തത്. കാരണം ഇലക്ഷനിൽ അത് ബാധിക്കും. ആ ഒരു വിഷയം ശരിക്കും ബാധിക്കുമായിരുന്നു. പിന്നെ ഇദ്ദേഹം യൂട്യൂബ് ചാനലിൽ ഇടുന്ന ഓരോ വാക്കുകൾ 2, 3, 4, 5 ലക്ഷം വ്യൂസാണ് കയറുന്നത്. അത് മാത്രമല്ല, ഫേസ്ബുക്കിൽ അതുപോലെ വ്യൂസ് കയറുന്നുണ്ട്, ഇൻസ്റ്റയിൽ അതുപോലെ. പിന്നെ ഓരോരുത്തരുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം വ്യൂസ് കയറുന്നുണ്ട്. അപ്പോൾ ഇവനെ ഒതുക്കുക, ചുമ്മാ പിടിച്ചങ്ങിടുമായിരുന്നു. ചുമ്മാ ഒരു തെളിവില്ല, പെണ്ണിൻ്റെ ഫോട്ടോ പുറത്ത് വിട്ട്, പെണ്ണിൻ്റെ അത് പുറത്ത് വിട്ട്, മറ്റേത് പുറത്ത് വിട്ട്, മറിച്ചത് പുറത്ത് വിട്ടെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നത്. നൈസായിട്ട് ഇലക്ഷനും കഴിഞ്ഞ് പണിയും കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് പുള്ളി അങ്ങ് ഇറക്കി വിടാൻ നോക്കുകയൊക്കെ ചെയ്തത്. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് ഒന്നും കൂടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയും ഇലക്ഷൻസ് വരും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഇനിയും പെൻഷൻ കൂട്ടും, അതുപോലെ മറ്റേത് മറിച്ചതും ഒക്കെ കൂട്ടാനൊക്കെ നോക്കും. അപ്പം നിങ്ങൾ സഹതാപത്തോടെ ചിലപ്പോൾ ഒരു വോട്ട് കൊടുക്കും. അവരിത്രയും തരുന്നതല്ലേന്നും കരുതിയിട്ട്. മാണി പറഞ്ഞ പോലെ എല്ലാം മേടിച്ച് നക്കിയിട്ടെന്നൊക്കെ ആ ഒരു വർത്താനം അടുത്ത വട്ടം വരെ ഭരണം കിട്ടുമ്പോൾ വീണ്ടും സംസാരിക്കും. അതുകൊണ്ട് വോട്ട് കൊടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. നക്കികളെന്നേ ഞാൻ പറയും, നാറികളെന്നേ ഞാൻ പറയും. കാരണം ഒരു സ്റ്റാൻഡില്ലാത്ത പന്നകളെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തിനാ ഇവന്മാരെയൊക്കെ ഇങ്ങനെ വെച്ച് പറപ്പിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതുകൊണ്ട് ദേവി ഇത് വോട്ട് കൊടുക്കരുത്. നീ പെൻഷനും അതും ഇതുമൊക്കെ കൂട്ടാൻ നോക്കും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവസാനത്തെ 4 മാസം ഇവന്മാർ നല്ല ഭരണം കാണിക്കാൻ നോക്കും. എല്ലാത്തിനും വില കുറയുകയും ചെയ്യും. അവസാനം ഇവന്മാർ കൂട്ടും. ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞ് ഇവന്മാർ ഒന്നേന്ന് നരയിപ്പിക്കും. നമ്മുടെ ജനങ്ങളെല്ലാം മറന്നു പോകും പഴയ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നോ, ഇനിയും വരുന്നുണ്ട് അസംബ്ലി ഇലക്ഷൻ. ഇത് കാണുന്ന ഓരോ പാർട്ടിക്കാരും, ഇപ്പോൾ BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും, ഇവിടെ ഇനി ഏത് ഭരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതല്ല, ഒരു കാര്യം ഞാൻ പറയാം, LDF സർക്കാർ ഭരിക്കണ്ട. ഇപ്പോൾ കോൺഗ്രസ് തരംഗമാണ്, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും. ചില ആൾക്കാർ BJP വരട്ടെ നമ്മൾ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ കുറേ കോൺഗ്രസിൻ്റെ ഒട്ടും അങ്ങോട്ട് പോകും. അവസാനം ഇവന്മാർ തന്നെ ഭരണത്തിൽ വരും. അപ്പോൾ വീണ്ടും നരയിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്നലത്തെ ദർശനം ഒന്ന് വെച്ചിട്ട് നമുക്ക് രാഹുൽ ഈശ്വറിൻ്റെ സംസാരത്തിലോട്ട് പോകാം. എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ വ്യാഴാഴ്ചയിലോട്ട് മാറ്റിയിരിക്കുക, എന്തായാലും അതിന് ജാമ്യം കാര്യങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യും. ഇനി നമുക്ക് രാഹുൽ ഈശ്വർ, എല്ലാവരും പറയുന്നത് കണ്ടേ, അവൻ പുറത്തിറങ്ങി നടക്കുന്നത്, അവന് വേണ്ടി സംസാരിക്കാൻ ചെന്നവൻ ജയിലിനകത്ത് കിടക്കുന്നതൊക്കെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനെ ഒരുപാട് ആൾക്കാർ ട്രോളുന്നുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു.
എന്നാൽ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്തിനാ കിടന്ന് മേടിക്കുന്നത്? എടാ, നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. ആണുങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരാളിനെ കിട്ടിയത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെ. എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കാം. എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആണയിട്ട് പറയുക 100% സത്യമാണ്. സ്വാമി അയ്യപ്പനാണ്, മഹാത്മാഗാന്ധിയാണ്, എനിക്ക് 2 മക്കളുണ്ട്, യാഗം ചെയ്തു. അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ്. ഒന്നാമത്തെ എൻ്റെ ബോധ്യം, നമുക്കൊരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല. കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയും. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല, വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയും. വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല, ബഹുമാനവും സ്നേഹവും കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. എന്നോട് ഇപ്പം പറയുന്നത് കേസിനെ കുറിച്ച് പറയണമെന്നാണ്. അതുകൊണ്ട് ഞാൻ കേസിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതെനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഓൾറെഡി നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പറഞ്ഞത്. നിങ്ങൾക്കിത് അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഈ കേസിനെ കുറിച്ചല്ല, എനിക്ക് കേസിനെ കുറിച്ച് 2 കാര്യങ്ങളുണ്ട്. കേസിനെ കുറിച്ച് പറയരുതെന്നുള്ളത് പറയുന്നില്ല. പക്ഷേ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം. ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു, പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് പോലീസിലൊക്കെ ബന്ധമുള്ളതല്ലേ അന്വേഷിക്കാം. പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം. ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീപീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ അതുകൊണ്ട് എന്താ, ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ UDF തരംഗം വരാൻ തുടങ്ങിയത്. മാറ്റം വരണം, മാറ്റം വന്നേ പറ്റൂ. ഈ നാടുകളുടെ ഭരണം മാറണം, മാറേ പറ്റൂ. ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ഇവർ ഭരിച്ചു തുടങ്ങിയാൽ നമ്മുടെ നാട് മുടിയും. പിന്നെ ഞാൻ പലവട്ടം പറയായിരുന്നു, വീണ്ടും ഇവന്മാർ തന്നെ ഭരിക്കട്ടെ. കാരണം ഭരിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ പാർട്ടിയെ ഉണ്ടാവത്തില്ല എന്നുള്ള രീതി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി വരും പോകുന്ന തലമുറകളും കാര്യങ്ങളും എല്ലാവരും UK അവിടെ ഇവിടെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഈ നാശങ്ങൾ കാരണം ഇതൊക്കെ ഉണ്ടായത്. നാട്ടിൽ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും അങ്ങ് അവിടെ ഇവിടെയും പോവുക. പിന്നെ പാർട്ടിയിൽ കുറച്ച് ആൾക്കാർ മാത്രം. എനിക്ക് തോന്നുന്നു 10-15 വർഷം കഴിയുമ്പം ഒരു പാർട്ടിയും കാണത്തില്ല. പിള്ളേർക്കൊന്നും ആ ഒരു മൈൻഡേ ഇല്ല. ആ ഒരു രീതി പോവാണ്. കാരണം 4 സൈഡും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിമുട്ടി പോകുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുക. കാരണം ഇത്രയും കേരളം മുടിയാൻ കാരണം ഈ ഒരു സർക്കാർ കാരണമാണ്. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഹൈവേ റോഡ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയും മരുമോനും. ഞങ്ങൾ എപ്പോഴും അതിന്റെ സർവേയും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും ATS നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റോഡ് ഇടിഞ്ഞു കുത്തി താഴെ വീണ് അപ്പൊ കേന്ദ്രത്തിന്റെ നെഞ്ചത്തോട്ട് വീഴും. ജനങ്ങളെ മണ്ടരാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പോഴും മണ്ടരായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മാസം ഒരു 1000-1500 രൂപയ്ക്ക് ഇച്ചിരി കൂടുതൽ കിട്ടി, 1500 പോട്ടെ, 100-200 രൂപ പെൻഷൻ കൂട്ടിയിട്ട് വലിയ ഡയലോഗ് അടിക്കും. മാസം BJP ഒക്കെ ഇടുകയൊക്കെ ചെയ്യും കുറെ നാറികൾ. എനിക്ക് അവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. 5 വർഷം 4.5 വർഷം മുടിപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനത്തെ 6 മാസം മാത്രം കുറച്ച് പൈസ അങ്ങോട്ട് കയറ്റിയിടുമ്പോൾ ഇതേ വീണ് പോകുന്ന കുറെ മണ്ടരായ ജനങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും രാഹുൽ ഈശ്വറിനെ ഇപ്പൊ അവർ ഇട്ടേന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രമല്ല ശബരിമല വിഷയം, അത് ശരിക്കും ഇദ്ദേഹം പറഞ്ഞത് നാട് മൊത്തം ഇതായതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അകത്താക്കിയത്. അകത്താക്കി കഴിഞ്ഞാൽ എന്താ, സ്വർണത്തിന്റെ പാട്ട് അങ്ങോട്ട് വൈറലാകാൻ തുടങ്ങി. അത് ശരിക്കും അങ്ങ് അടിയായി പാർട്ടിക്ക്. ഉള്ള കാര്യം പറയണ്ട, അതും അടിയായിട്ടുണ്ട്. മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. 2 പോയിന്റും കൂടെ, ആരോടും ഇതിൽ ദേഷ്യമില്ല, ആർക്കെതിരെയും പരാതിയില്ല. പക്ഷെ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല, നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് ഭാര്യ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നിർത്ത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത്? ഈ സാധനത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 16 ദിവസത്തോളം അങ്ങനെ വ്യാജപരാതിയാന്ന് എനിക്ക് പറയാമല്ലോ, കേസിനെ കുറിച്ചല്ല, ആ വ്യാജപരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ്. നിങ്ങളെ ആരെയും ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ല. നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ല. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു കള്ളപ്പരാതി എടുത്തുകൂടെ? ഇനി വൈഫ് ഒന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട മീഡിയക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ, ഇപ്പൊ ഒരു കാര്യം കൂടെ, നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത്, അത് പോലീസിനെതിരെയാണെന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു.
കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോൾ ഒരു 4-1 എന്ന സുപ്രീം കോടതി വിധി മാറി. അത് ശബരിമല കേസിലെയായിരുന്നു. അന്ന് ഞങ്ങൾ വിശ്വാസികളുടെ പോരാട്ടം, അന്ന് എന്നെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നത്. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്റെ മുത്തശ്ശിയാണ്, പിന്നീട് അമ്മയാണ്, പിന്നീട് ഞാനും പ്രയാർ സാറുവാണ്. അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്ന് പോരാടിയപ്പോൾ ഒരു 4-1 സുപ്രീം കോടതി വിധി മാറി. ശരി, ഇതും കൂടെ പറഞ്ഞു നിർത്താം. ഇത് പിന്നെ ഇനി എന്താ അറിയോ, വീട്ടുകാരുടെ ആ സമ്മർദ്ദമാണ്, വീട്ടുകാരുടെ വിഷമവും കൊണ്ട് മാത്രമാണ്. ആദ്യം തന്നെ ദീപയ്ക്ക്, അമ്മയ്ക്ക്, പ്രവീണിന്, നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയണം. സംസാരിക്കുന്നില്ല, വേറൊരു കാര്യം, ഇതല്ല വേറൊരു കാര്യമാണ്. ശരി, ഇനി 2 കാര്യങ്ങൾ. ഈ കേസോട് യാതൊരു ബന്ധവുമില്ല. ഈ കേസ് സാർ പറയൂ സാർ, എളുപ്പം പറയണം സാർ. കേസുമായിട്ടൊന്നും ബന്ധപ്പെട്ട് പറയുന്നു. എന്താ കണ്ടീഷൻ? ശരി, ഓക്കെ, ശരി. ഒരു സെറ്റ് നോട്ടീസ് തന്നില്ലെന്ന് പറയാമല്ലോ. ശരി, ഓക്കെ, ശരി, ഓക്കെ. ഒന്നും പറയുന്നു. ശരി, ഹൈക്കോടതി പോകുമെന്ന് പറയാമല്ലോ. ഓക്കെ, ശരി, ഓക്കെ, ശരി, ഓക്കെ. ഒന്നും പറയില്ല. ശരി. അത് ഇതുമായിട്ട് എന്ത് ബന്ധം സാർ? ശരി, ഓക്കെ, ശരി, ഓക്കെ, മനസ്സിലായി. ശരി, ഓക്കെ, മനസ്സിലായി. വീട്ടുകാരുടെ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു കോൾ വന്നതിന് ശേഷം കുറെ ഈ ഒരു വീഡിയോയുടെ താഴത്തെ കമന്റ്സ് എടുത്ത് നോക്കണം. ഇവൻ ഇത്ര വാടിയായിരുന്നു, ഇവൻ ഇത്ര പൊട്ടനാണോ, ഇവനെ നാണമുണ്ടോ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാനൊക്കെ. അദ്ദേഹം എന്താ പറയണ്ടേ, അത്യാവശ്യം ആക്റ്റീവാണ്. ഈ എന്താ പറയണ്ടേ, ഈ സ്കൂളിലെ പഠിപ്പിയുടെ ഒരു രീതി ഉണ്ടല്ലോ, അതാണ് പുള്ളി ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം പോകുന്ന ചില കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ളതാണ്. കാരണം ഈ മെൻസ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഇങ്ങനെ ഒരു കോമഡി പീസായിട്ട് ആൾക്കാർ കരുതുന്നുണ്ട്. ചില വിഷയങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കോമഡി പീസായിട്ട് പോകുന്നുണ്ട്. ഞാനും ചില വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു 3-4 ദിവസം മുമ്പ് ഒരു പറഞ്ഞു, എൻ്റെ 11 കിലോയാണ് കുറഞ്ഞത് ജയിലിൽ കിടന്നപ്പോൾ. ഇവിടെ സ്ഥിരം ഡയറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന എനിക്ക് കുറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംസാരങ്ങളുണ്ട്. ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ രീതികളൊക്കെ അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവൻ ലോക തോൽവിയാണെന്നുള്ള രീതിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ തോൽവിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പിന്നെ കാണുന്നവർക്ക് അങ്ങോട്ട് ഇച്ചിരി ഓവർ ആവുന്നുള്ള ഒരു തോന്നല്. ദയവ് ചെയ്ത് അങ്ങനൊന്നും വിചാരിക്കരുത്. നമുക്ക് വേണ്ടിയാണ് ഈ പോരാടുകയൊക്കെ ചെയ്യുന്നത്. പേടിയാണ്. ദിലീപിന്റെ കേസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു. അതുപോലും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. ഞാൻ വീട്ടിൽ തിരിച്ചെനിക്ക് പോകുന്നത്. ഇനി ഈ 2 പോയിന്റുകളാണ് മീഡിയക്കാരെ ദയവായി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മീഡിയക്കാർക്കുള്ള പവറാണ്. കാര്യം പോലീസും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഓരോ ഘട്ടത്തിലും മീഡിയക്കാർ എന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് നോക്കിയിരുന്നു. മുഖ്യധാരാ ചാനലുകളെല്ലാം കണ്ടിരുന്നു. നിങ്ങൾ എണീച്ചു നിന്ന് സത്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഓരോ മീഡിയക്കാരോട് ഞാൻ കാലുപിടിച്ച് അഭ്യർത്ഥിക്കുകയാണ്. നാളെ ഏത് കേസും, ഇപ്പൊ 2 കേസുകൾ ഞാൻ പറയാമെന്ന് പറയുന്നില്ല, 2 പ്രമുഖരുടെ കേസുകൾ ഏതൊക്കെയാണെന്ന് ഉദ്ദേശിക്കാമല്ലോ, അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ കേസുകളിലടക്കം നിങ്ങൾക്ക് സത്യമെന്ന് ബോധ്യമുള്ളത് നിങ്ങൾ പറയണം. ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നിന്ന് കാര്യങ്ങൾ പറയരുത്. അവസാനത്തെ കാര്യം, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ മീഡിയക്കാർ പറയുമെന്നാണോ രാഹുൽ പറയുന്നത്? ഒരിക്കലുമില്ല. ഈ ദിലീപിന്റെ കേസിന്റെ റിസൾട്ട് വന്ന സമയത്താണെങ്കിൽ പോലും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അവൾക്കൊപ്പം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും അവരെ എങ്ങനെയെങ്കിലും അടിച്ച് താഴെ ഇടുക. കാരണം ഇവിടെ കേരളം ഭരിക്കുന്ന ആരാ? ഈ മീഡിയക്കാർക്ക് ചെലവും കൊടുക്കുന്ന ആരാ? കൊടുക്കും. എടാ എന്നാ പിടി, ഒരു 100 കോടി പിടി, അല്ലെങ്കിൽ 200 കോടി പിടി, അങ്ങനെ പിടി, ഇങ്ങനെ പിടി, മറ്റേത് പറയാന്ന്. ഇതുപോലെ ന്യൂസ് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോവും. എടാ പടത്തി വീഴാത്ത ആൾക്കാരുണ്ടോ? ചെറ്റകളുണ്ട് ചില. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും, ഈ ഡയലോഗ് അടിക്കാൻ നീയോ? ആ കാര്യത്തിൽ നമ്മളെങ്ങനെയാണ് നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് നല്ല രീതിയിൽ അറിയാം. അത് മതി. ഓക്കെ, എന്നാലും അദ്ദേഹം പറയുന്നത് കുറച്ചും കൂടെ വെക്കാം. കൂടുതൽ വെച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ. കാണാൻ നല്ല രസമാണ്. ആരാന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ്. സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് എങ്ങനെ വിഷമം അറിയിക്കും. ഞാനങ്ങനെ ജയിലിൽ നിന്ന് 4-5 പേര് അവിടത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ. അതെ, വീട്ടിലുള്ള ആരെങ്കിലും കള്ള കേസിലൊക്കെ കൊടുങ്ങുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ.
ഓക്കെ, എന്തായാലും ആളുകൾക്ക് വേണ്ടി ഇദ്ദേഹം ഇത്രയും പോരാടുന്നുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിലും ഈ പറയുന്ന ദിലീപിന് വേണ്ടിയൊക്കെ ഇദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ദിലീപ് വിഷയം ഞാൻ ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല. അറിയാലോ, ഇലക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയൊക്കെ ചെയ്തതിൻ്റെ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വിശദമായിട്ട് അതിനെക്കുറിച്ച് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.